അണ്ടിപ്പുറത്തായ കഥ. പണ്ട് പഴങ്ങളുടെ ലോകത്ത് ഒരു വലിയ മത്സരം നടന്നു. തങ്ങളിൽ ആരാണ് ഏറ്റവും സുന്ദരനും ഗുണവാനും എന്നതായിരുന്നു തർക്കം. മാമ്പഴം തന്റെ മധുരത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ആപ്പിൾ തന്റെ ചുവപ്പിനെക്കുറിച്ച് വാചാലനായി. ഈ കൂട്ടത്തിൽ ഏറ്റവും വിനയമുള്ളവനും എന്നാൽ ഉള്ളിൽ ഒരൽപ്പം സങ്കടമുള്ളവനുമായിരുന്നു കശുവണ്ടി. കാരണം മറ്റെല്ലാ പഴങ്ങളും അവരുടെ വിത്തുകളെ അണ്ടി ഉള്ളിൽ ഒളിപ്പിച്ചുവെച്ച് സംരക്ഷിക്കുമ്പോൾ കശുവണ്ടിക്ക് മാത്രം തന്റെ വിത്ത് പുറത്തു കാണുന്ന രീതിയിലായിരുന്നു ദൈവം സൃഷ്ടിച്ചത്. മറ്റു പഴങ്ങൾ അവനെ പരിഹസിച്ചു. നീ എന്ത് പഴമാണ്? നിന്റെ കാതൽ പോലും നിനക്കുള്ളിൽ സൂക്ഷിക്കാൻ അറിയില്ലല്ലോ. കശുവണ്ടി സങ്കടത്തോടെ പ്രകൃതിമാതാവിനോട് പരാതിപ്പെട്ടു. അപ്പോൾ പ്രകൃതിമാതാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നീ സങ്കടപ്പെടേണ്ട. മറ്റുള്ളവർക്ക് ഉള്ളിലുള്ളത് തിരിച്ചറിയാൻ ആ പഴം മുറിച്ചു നോക്കേണ്ടിവരും. എന്നാൽ നിന്റെ ശുദ്ധമായ മനസ്സുപോലെ നിന്റെ വിത്തും പുറമേ കാണാം. നിന്നെ കാണുന്നവർക്ക് നീ ആരാണെന്നും നിന്റെ ഗുണമെന്താണെന്നും നിമിഷനേരം കൊണ്ട് മനസ്സിലാക്കാം. ഒളിച്ചുവെക്കാൻ നിനക്ക് ഒന്നുമില്ല എന്നതിന്റെ അടയാളമാണത്. അന്നുമുതൽ കശുവണ്ടി അഭിമാനത്തോടെ തന്റെ വിത്ത് പുറത്തു കാട്ടി വളരാൻ തുടങ്ങി. ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി കശുവണ്ടി മാറിയത് അതിന്റെ ഈ വേറിട്ട സ്വഭാവം കൊണ്ടുകൂടിയാണ്. ഗുണപാഠം: നമ്മുടെ കുറവുകളായി മറ്റുള്ളവർ കാണുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ സവിശേഷതകളായിരിക്കും. പുറമോടിയേക്കാൾ ഉള്ളിലെ നന്മ തുറന്നുകാട്ടുന്നതാണ് ഉത്തമം.